പറയട്ടെ. നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് കാസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജാതി എന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഈ ജാതി വ്യവസ്ഥ ഇന്ത്യയുടെ സമസ്ത മേഖലകളെ, അത് ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളെയൊക്കെ തന്നെ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ജാതി. അപ്പൊ അതിന്റെ ഉത്ഭവം, അതിന്റെ സാമൂഹികമായിട്ട് അത് ഉണ്ടാക്കുന്ന ഒരു ഹൈറാർക്കിക്കൽ ഫോം, അതായത് ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഇവല്യൂഷൻ, ഇൻഫ്ലുവൻസ്, ഇമ്പാക്ട്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത്, അതായത് കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ എന്ന ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. നമുക്ക് നോക്കാം. കാസ്റ്റ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയും സാമൂഹ്യ ശ്രേണീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ ഉത്ഭവവും വികാസവും എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ത്യയില് ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതികളിൽ ഒന്നാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ഘടനകളിൽ ഒന്നാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് ജനനത്തെ ആധാരമാക്കിയിട്ട്, ഒരു വ്യക്തിയുടെ ജനനത്തിലൂടെ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ് ജാതി എന്ന് പറയുന്നത്. പിന്നീട് ജനിച്ചതിന് ശേഷം നമുക്ക് അക്വയർ ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ജാതി. നമ്മുടെ മാതാപിതാക്കൾ ഏത് ജാതിയിൽപ്പെട്ടവരാണോ അതേ ജാതി തന്നെയാണ് ഈ ഒരു ഓഫ്സ്പ്രിങ്ങിന്റെ ജാതിയായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ജാതിയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് വർണ്ണ സിദ്ധാന്തമാണ്. വർണ്ണ സിദ്ധാന്തം എന്നാല് നമുക്കറിയാം, വേദകാലഘട്ടത്തിലെ സമൂഹത്തെ 4 വർണ്ണങ്ങളായിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥിതി നിലനിന്നിരുന്നു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഇങ്ങനെ 4 വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോ വർണ്ണങ്ങൾക്കും ഓരോ തൊഴിൽ, അല്ലെങ്കിൽ ഓരോ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വിശ്വാസം അനുസരിച്ച് ബ്രഹ്മാവിന്റെ, അതായത് സൃഷ്ടിയുടെ ദേവനായിട്ടുള്ള ബ്രഹ്മാവിന്റെ വായിൽ നിന്ന് ഉത്ഭവിച്ച വിഭാഗമാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്യുക, അതുപോലെ അധ്യാപനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വേദം പഠിപ്പിക്കുക, ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടി. ദെൻ ബ്രഹ്മാവിന്റെ കൈകളിൽ നിന്ന് രൂപം കൊണ്ട വിഭാഗമാണ് ക്ഷത്രിയർ. ക്ഷത്രിയരുടെ ഡ്യൂട്ടി യുദ്ധം, രാജഭരണം, ഇതൊക്കെയാണ്. ഇനി വൈശ്യരാണ്. വൈശ്യർ ബ്രഹ്മാവിന്റെ തുടയിൽ നിന്ന് രൂപപ്പെട്ടവരാണ്, ജന്മം കൊണ്ടവരാണ്. അവരുടെ ഉത്തരവാദിത്തമാണ് ഈ കച്ചവടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. വൈശ്യം, തുട, കച്ചവടത്തെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ദെൻ ശൂദ്രർ, അടുത്ത 4ാമത്തെ വിഭാഗം, അവർ ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ 3 വർണ്ണങ്ങളുടെയും പാദസേവ ചെയ്യുക എന്നതാണ് ശൂദ്രന്മാരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഈ ഓരോ ഉത്തരവാദിത്വവും ചെയ്യുന്ന വർണ്ണങ്ങള് ഓരോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ ഓരോ ഘടകങ്ങളാണ്. ഇതിൽ നിന്ന് ഓരോ വർണ്ണങ്ങൾക്കുള്ളിൽ നിന്നും വീണ്ടും ഇത്തരം വിഭാഗങ്ങൾ ഉയർന്നു വരികയാണ്. അതായത് അവർ ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അനേകം വിഭാഗങ്ങളായിട്ട് വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്ത് വന്നു. ഇങ്ങനെയാണ് ജാതി ഉണ്ടായത് എന്നാണ് ഒരു സിദ്ധാന്തം വർണ്ണ സിദ്ധാന്തം പറയുന്നത്. അതായത് ബ്രാഹ്മണർ എന്ന ഒരു വർണ്ണത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള ബ്രാഹ്മൺസ്, അതായത് നമുക്കറിയാം ഭട്ടതിരി, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഭട്ടതിരിപ്പാട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഓരോ ഭാഗത്തുള്ള നമ്പൂതിരി ഒരു സമുദായമാണ് നമ്പൂതിരി സമുദായം. ബ്രാഹ്മൺസിന്റെ ഇടയിൽ ഒരു സമുദായമാണ് നമ്പൂതിരി, മറ്റൊരു സമുദായം ഭട്ടതിരി, അങ്ങനെയുള്ള പല വിഭാഗങ്ങളുണ്ട്. ഇനി ക്ഷത്രിയർക്കിടയിൽ നായർ വിഭാഗം. ഈ നായന്മാർക്കിടയിൽ തന്നെ അനേകം ഉപജാതികളായിട്ട് വരുന്നുണ്ട്. വെള്ളാളർ, വെളുത്തെഴുത്ത് നായർ, ഇങ്ങനെ തുടങ്ങുന്ന കുറെ ജാതികളുണ്ട്. അതുപോലെ ആശാരി, പിന്നെ മൂശാരി, കൊല്ലന്മാര്, ഇങ്ങനെ പല ഓരോ തൊഴിൽ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ കൂട്ടങ്ങളിൽ നിന്ന് ജാതി രൂപപ്പെട്ടു. ഓരോ തൊഴിലും ഓരോ വർണ്ണങ്ങൾക്ക് അകത്ത് ഓരോ വർണ്ണത്തിനും നിശ്ചയിക്കപ്പെട്ട തൊഴിലുണ്ട്. അതിന് തന്നെ പെക്യൂലിയർ ആയിട്ടുള്ള തൊഴിൽ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് ജാതി രൂപപ്പെട്ടത് എന്നതാണ് ഈ ഒരു സിദ്ധാന്തം. ഇനി ആര്യൻ സിദ്ധാന്തമുണ്ട്. ആര്യൻ സിദ്ധാന്തം എന്ന് പറയുന്നത് ആര്യന്മാര് ഇന്ത്യയിൽ എത്തിയ സമയത്ത് സ്വദേശികളുമായിട്ട് സാമൂഹിക വ്യത്യാസം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ജാതി വ്യവസ്ഥ രൂപപ്പെടുത്തിയത് എന്നതായിരുന്നു.
അപ്പൊ ഇതാണ് ഒരു വിഭാഗം ചരിത്രകാരന്മാരുടെ, അതായത് ഒക്കുപേഷണൽ തിയറി എന്നും കൂടി ഇത് അറിയപ്പെടാറുണ്ട്. ഓരോ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വ്യത്യസ്ത തൊഴിൽ വിഭാഗങ്ങൾ സ്ഥിരമായി ഒരു പ്രദേശത്ത് അധിവസിക്കുന്നു. ആ അധിവസിക്കുന്ന ആളുകളെ ഒരു ഗ്രാമം, അല്ലെ ആ ഗ്രാമം ഒരു ജാതി, പെട്ടവരെല്ലാം തന്നെ ഒരു ജാതിയിൽ ഉൾപ്പെടുന്നവര്. അപ്പൊ ഇങ്ങനെയൊരു സിദ്ധാന്തം വന്നിട്ടുണ്ട്. ദെൻ മറ്റൊന്നാണ് റിലീജിയസ് തിയറിയാണ്, മതപരമായിട്ടുള്ള സിദ്ധാന്തം. ഇത് പ്രകാരം ഹിന്ദു മതഗ്രന്ഥങ്ങളും ആചാരങ്ങളും ജാതി വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മതപരമായിട്ടുള്ള ഒരു ഫാക്ടാണ് ജാതി എന്നതാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി വേദ കാലഘട്ടത്തില് വർണ്ണവ്യവസ്ഥ വളരെ സ്പഷ്ടമായിട്ട് ഉള്ള ഒന്നായിരുന്നു ഈ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത്. പോസ്റ്റ് വേദിക് കാലഘട്ടത്തിൽ ഈ വർണ്ണങ്ങള് സ്ഥിരപ്പെട്ടു. വർണ്ണം ഒരു വളരെ ഉറച്ച രീതിയിലേക്ക് ഈ വർണ്ണവ്യവസ്ഥ വന്നു. മധ്യകാലഘട്ടമായപ്പോഴേക്കും ജാതി വ്യവസ്ഥ കുറച്ചുകൂടി ഈ തൊഴിൽ അധിഷ്ഠിതമായിട്ട് ജാതി വ്യവസ്ഥ സമൂഹത്തിൽ വളരെ കർക്കശമായി. പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ജാതിയുമായി ബന്ധപ്പെട്ട അയിത്തം, തൊട്ടുകൂടായ്മ, ഒരു ജാതിയെ മേൽജാതി കീഴ്ജാതി എന്നിങ്ങനെ തിരിച്ച് ആ ജാതികൾക്കിടയില് വലിയ ഒരു സാമൂഹികമായിട്ടുള്ള വിടവ്, ഒരു ഗ്യാപ്പ് ഫോം ചെയ്തതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എന്താണ് ജാതിക്ക് സംഭവിച്ചത് എന്നാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജാതി വ്യവസ്ഥയ്ക്ക് പുതിയ പുതിയ രൂപഭാവങ്ങളൊക്കെ ജനിച്ചു. ഇനി നമുക്കറിയാം 1871 മുതൽ ഈ ബ്രിട്ടീഷുകാര് ജാതി അടിസ്ഥാനത്തില് സെൻസസ്, അതായത് ജനസംഖ്യാ കണക്കെടുപ്പ് കാനേഷുമാരി നടത്തി തുടങ്ങി. ഇതിലൂടെ ജാതികളെ ഒരു സ്ഥിരമായിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങളായിട്ട് തന്നെ രേഖപ്പെടുത്തി. ഈ ഒരു സെൻസസ് പ്രകാരം ഭരണനയത്തില് ചില ജാതികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. കൂടുതൽ അവസരങ്ങള്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ജാതികളെ സൈനിക സേവനത്തിന്, ചില പ്രത്യേക ജാതികളെ സൈനിക സേവനത്തിന്, അതായത് ചില മാർഷൽ ആർട്സിലൊക്കെ പ്രാവീണ്യമുള്ള ആളുകളെയൊക്കെ എന്ത് ചെയ്തു, അവര് യുദ്ധത്തിനൊക്കെ എടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഈ ജാതി ഒരു വളരെ രൂഢമൂലമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ ജാതീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പിൽക്കാലത്ത് ഉടലെടുത്തു. ഈ ഉച്ചനീചത്വങ്ങള്, അതുപോലെ ജാതിക്കകത്ത് വീണ്ടും വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരുപാട് കാർക്കശ്യങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നതിനുള്ള ടൂളായിട്ടൊക്കെ ജാതി വർക്ക് ചെയ്ത് തുടങ്ങുന്നത് പിന്നീടാണ്. അപ്പൊ ഇതിനെതിരെ ജാതി വ്യവസ്ഥയുടെ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ സമൂഹത്തിൽ ഒരുപാട് സാമൂഹ്യ പ്രസ്ഥാനങ്ങള്, മതനവീകരണ പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന, നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ട് ആണ് ശ്രീനാരായണ ഗുരു, ജ്യോതിബ ഫൂലെ, അതുപോലെ അംബേദ്കർ, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത്തരം നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ജാതി സംഘടനകളും പല തരത്തിലുള്ള ജാതി സാമൂഹിക ഉയർച്ചകള് നേടിയെടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി കൊളോണിയൽ നമ്മുടെ ചരിത്ര കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ കൊളോണിയൽ ഹിസ്റ്റോറിയൻസിന്റെ ജാതിയെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ്സ് നോക്കാം. ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ഇന്ത്യയിലെ ജാതീയ വ്യവസ്ഥയെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത്. ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത് അത് വളരെ സ്റ്റാറ്റിക് ആണ്, ഒരു മാറ്റമില്ലാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുള്ള ഒന്നാണ് ഇന്ത്യയിലെ സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മാറ്റമില്ലായ്മയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ്. കാരണം ഈ ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് മാറ്റം നമുക്ക് സാധ്യമല്ല. നമുക്കൊക്കെ റിലീജിയൻ മാറാൻ പറ്റും, അല്ലെ? പക്ഷെ നമ്മുടെ കാസ്റ്റ് മാറുന്നില്ല, കാസ്റ്റ് സെയിം തന്നെയായിരിക്കും. അപ്പോ നമുക്കറിയാം ഈ ജാതി ഇങ്ങനെ മാറ്റമില്ലാത്ത ഒരു വസ്തുതയായിട്ട്, ഒരു യാഥാർത്ഥ്യമായിട്ട് തുടരുന്നത് കൊണ്ട് ഇന്ത്യൻ സൊസൈറ്റി സ്റ്റാഗ്നേറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് സൊസൈറ്റി ആയിട്ട് മാറി എന്നതാണ് ഇവരുടെ അഭിപ്രായം. ഇനി ബ്രിട്ടീഷ് ഭരണത്തെ ഇവര് ഒരു സമത്വം കൊണ്ടുവരുന്നതിനുള്ള, ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങളും അതിന്റെ പിന്തിരിപ്പൻ സ്വഭാവങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിനുള്ള ഒരു ടൂളായിട്ടാണ് കണ്ടത്. അപ്പൊ കോളനിവൽക്കരണം പലപ്പോഴും ഇന്ത്യൻ സമൂഹത്തെ ഒരു പിന്നോട്ടടിക്കുന്ന, അല്ലെങ്കിൽ വളരെ മോശമായ, മ്ലേച്ഛമായ ഒരു സമൂഹമായിട്ടൊക്കെയാണ് ഈ കൊളോണിയൽ റൂള് കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണ്. മാർക്സിസ്റ്റ് ചരിത്രകാരന്മാര് ഈ ജാതി വ്യവസ്ഥയെ സാമ്പത്തിക ഘടനയുമായിട്ട്, ഉൽപാദന ബന്ധങ്ങളുമായിട്ട്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ മാർക്സിസ്റ്റ് ചിന്താഗതികളിലെല്ലാം തന്നെ ഒരു
ഇക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ആണ് നടത്താറുള്ളത്. അപ്പൊ ജാതി സാമൂഹിക സാമ്പത്തിക നിയന്ത്രണ സംവിധാനമാണെന്നാണ് ഇവര് അഭിപ്രായപ്പെടുന്നത്, മാർക്സിസ്റ്റ് ചിന്തകന്മാര് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഉൽപാദന ബന്ധങ്ങള് കൺട്രോൾ ചെയ്യുന്നത് ജാതിയാണ്. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ജാതി. അത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം, തൊഴിൽ വിഭജനം, ഇതെല്ലാം തന്നെ എന്താണ്, ജാതിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. എസ്പെഷ്യലി നമ്മുടെ DD കോസാംബിയൊക്കെ പോലെയുള്ള ചരിത്രകാരന്മാർ, അതുപോലെ ആർ ശർമ്മ, ഇർഫാൻ ഹബീബ്, ഇവരെല്ലാം തന്നെ ഈ ജാതി വ്യവസ്ഥയെ സാമൂഹിക വർഗ ബന്ധങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആണ്. ഇനി നമുക്കിവിടെ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഈ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കാൾ മാർക്സിന്റെ ഒരു ആശയമാണ്. ഏഷ്യയിലെ സമൂഹങ്ങൾ ഒരു പ്രത്യേക ഉൽപാദന രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് എന്നതാണ് കാൾ മാർക്സിന്റെ അഭിപ്രായം. ഇതിനെയാണ് നമ്മൾ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഭൂമി സാധാരണയായിട്ട് ഗ്രാമ സമൂഹങ്ങളുടെ ഒരു കൂട്ടു സ്വത്തായിട്ടാണ് നിലനിന്ന് പോരുന്നത്. അപ്പൊ ഇവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ഭരണം, നമുക്കൊരു ഡെസ്പോട്ടിസം പോലെയൊക്കെ ഇന്റർപ്രിറ്റ് ചെയ്യാവുന്ന ഒരു കേന്ദ്ര ഭരണം, ഒരു സെൻട്രൽ റൂള് ഉണ്ടായിരിക്കും ഈ ഒരു ഗ്രാമത്തില്. അപ്പൊ ഇതില് ജാതിയുമായി ബന്ധവും അതുപോലെ തൊഴിൽ വിഭജനവും സാമൂഹിക നിയന്ത്രണവും ഒക്കെ തന്നെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് ജാതീയമായിട്ടാണ് നടപ്പിലാക്കി വരുന്നത്. അതിന് മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ല. ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവിടുത്തെ സാമൂഹ്യ നിയന്ത്രണവും മറ്റു ഭരണങ്ങളും എല്ലാം തന്നെ നടക്കുന്നത്. അപ്പൊ ഗ്രാമ സമൂഹങ്ങൾ അന്ന് സ്വയം പര്യാപ്തമായിരുന്നു. ഇത് ജാതീയ ഘടന ഇതിന്റെ സാമ്പത്തിക സംവിധാനത്തെ സ്ഥിരപ്പെടുത്താനായിട്ട് സഹായിക്കുകയും ചെയ്തു. ഇതാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഏഷ്യയില് നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന ഒരു രീതിയാണെന്നാണ് കാൾ മാർക്സിന്റെ അഭിപ്രായം. ഇനി അപ്പൊ പല ചരിത്രകാരന്മാരും ഈ ഒരു സിസ്റ്റത്തെ വിമർശിച്ചിട്ടുണ്ട്. ഈ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു കാൾ മാർക്സിന്റെ കാഴ്ചപ്പാടിനെ പല ചരിത്രകാരന്മാരും വിമർശിച്ചു. അത് പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിശദീകരിക്കാൻ കാൾ മാർക്സിന് ഈ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ആ ഒരു ആശയത്തിന് സാധിക്കുന്നില്ല എന്നതാണ് ഇവര് അഭിപ്രായപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അത് മതപരമോ സാമൂഹികമോ ആയിട്ടുള്ള ഒന്ന് മാത്രമല്ല. അതിന് നമ്മൾ ചരിത്രത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് സാമ്പത്തിക ഘടകവും രാഷ്ട്രീയ അധികാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ആശയമാണ് ജാതി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്.